ശബരിമലയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വിവരങ്ങൾ വിഷമകരമെന്ന് ശബരിമല മുൻ മേൽശാന്തിയും ശബരിമല മാളികപ്പുറം മേൽശാന്തി സമാജം പ്രസിഡന്റുമായ ഏഴിക്കോട് ശശി നമ്പൂതിരി. സത്യാവസ്ഥ പുറത്തുവരണം. സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും തന്ത്രിമാരും മേൽശാന്തിമാരും ഇടപെടാറില്ല. കാഴ്ചയിൽ വ്യക്തമാകുന്നതിനപ്പുറം എന്ത് ലോഹമാണ് എന്നൊന്നും തിരിച്ചറിയാൻ കഴിയാറില്ല. എന്നാൽ ചിലപ്പോഴൊക്കെ മഹസറിൽ ഒപ്പുവയ്ക്കേണ്ടി വരാറുണ്ടെന്നും ഏഴിക്കോട് ശശി നമ്പൂതിരി ജനം ടിവിയോട് പ്രതികരിച്ചു. ശബരിമലയിലെ സ്വർണ്ണക്കവർച്ചയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ അനുദിനം പുറത്തുവരുമ്പോൾ വിവിധ കാലങ്ങളിൽ ശബരിമല മേൽശാന്തിമാരായിരുന്നവരും കടുത്ത ദുഃഖത്തിലാണ്. ദ്വാരപാലക ശില്പങ്ങളിലെയും വാതിൽപ്പാളികളിലെയും സ്വർണം പോലും നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടാകുമെന്ന് ഇവരാരും ഒരിക്കലും കരുതിയിരുന്നില്ല. ശബരിമലയിൽ നിന്ന് പുറത്തുവരുന്ന വിവരങ്ങൾ വിഷമകരമാണെന്ന് മുൻ മേൽശാന്തിയും ശബരിമല മാളികപ്പുറം മേൽശാന്തി സമാജം പ്രസിഡന്റുമായ ഏഴിക്കോട് ശശി നമ്പൂതിരി പറഞ്ഞു. 2010-2011 കാലത്ത് ശബരിമല മേൽശാന്തിയായിരുന്നു ഏഴിക്കോട് ശശി നമ്പൂതിരി. സത്യാവസ്ഥ പുറത്തുവരണം. സ്വർണ്ണപ്പാളി പോലുള്ള വിഷയങ്ങളിൽ തന്ത്രിമാരും മേൽശാന്തിമാരും ഇടപെടാറില്ല. പൂജാധികാര്യങ്ങളിൽ മാത്രമാണ് ശ്രദ്ധിക്കാറുള്ളത്. കാഴ്ചക്കപ്പുറം എന്ത് ലോഹമാണെന്ന് തിരിച്ചറിയാനാകില്ല. എന്നാൽ പലപ്പോഴും മഹസറിൽ ഒപ്പിടേണ്ടി വരാറുണ്ടെന്നും ഏഴിക്കോട് ശശി നമ്പൂതിരി ജനം ടിവിയോട് പറഞ്ഞു. വരണ സ്വർണം അല്ലെങ്കിൽ അവിടുത്തെ വരണ സാധനങ്ങൾ അവിടെ ഉണ്ടോ അല്ലെങ്കിൽ അത് തന്നെയാണോ അവിടെ ഉള്ളത് എന്നുള്ളത് അന്വേഷിക്കേണ്ടത് ഞങ്ങളുടെ ചുമതലയല്ല. ഞങ്ങളത് അതുമല്ല. ചിലപ്പോൾ ഞങ്ങൾ മഹസർ എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വരാറുണ്ട് ചില ഘട്ടങ്ങളിൽ. ഇപ്പോൾ അത് ഇളക്കിയെടുത്തപ്പോൾ അന്നത്തെ മേശാന്തി ആയിരുന്ന ആൾ അതിനകത്ത് അടിയിൽ ഒപ്പിട്ടിട്ടുണ്ട്. എന്ത് ലോഹമായിരുന്നു എന്നുള്ളത് അറിയണം. ഇപ്പോൾ കട്ടിളപ്പാളികൾ ഇളക്കി കൊണ്ടുപോകുന്നതിലേക്ക് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ. അത് സ്വർണ്ണമാണെന്നോ ചെമ്പാണെന്നോ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വായിച്ചു നോക്കാം എന്നല്ലാതെ അത് എന്ത് ലോഹമാണെങ്കിലും അത് മേശാന്തി അതിൽ സമാധാനം മേശാന്തിയോ തന്ത്രിയോ അതിന് സമാധാനം പറയണമെന്ന് പറയണത് ന്യായമല്ല. നവീകരണം നടക്കുമ്പോൾ ദേവന്റെ അനുജ്ഞവാകണം. പ്രത്യേക പൂജകൾ നടത്തി നിമിത്തദോഷങ്ങൾ മനസ്സിലാക്കിയാണ് ഇതെല്ലാം ചെയ്യാറുള്ളത്. വിഗ്രഹത്തിന് ഊനങ്ങളുണ്ടെങ്കിൽ വാർത്തുകെട്ടലടക്കം ചികിത്സാക്രിയകളുമുണ്ട്. ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരത്തിന്റെ മുകളിലുള്ള സ്വർണം പൂശിയ ആലില രൂപങ്ങൾ കാറ്റിലും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്നും ഏഴിക്കോട് ശശി നമ്പൂതിരി പറയുന്നു. ജനം, കൊച്ചി.